ഹലോ ഗൈസ്, നമ്മൾ കുറേ ആയി വലിയ വീഡിയോ എടുത്തത്. നമ്മളിത് പോകാൻ പോകുന്നത് ജാനേക്കല്ലേക്കാണ്. പണ്ട് ഒരു 3 വർഷം മുന്നേ ഞാൻ അവിടത്തേക്ക് പോയിട്ടുണ്ട്. അന്ന് ഇത്ര ക്ലിയർ ഒന്നും കാര്യങ്ങളൊന്നും നമ്മളെ ഫോണിലില്ലായിരുന്നു. ഇന്ന് നമ്മൾ എന്തായാലും ക്ലിയർ ആയിട്ടുള്ളൊരു വീഡിയോ ജാനേക്കണ്ട് ഇടാൻ പോവാണ്. എന്തായാലും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുകേരി ടൗണ് കൂടെയാണ് നമ്മൾ പോയത്. കുറ്റ്യാടി ടൗണിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇവിടെ കുറ്റ്യാടി ടൗണാണിത്. ഇവിടെ നമ്മൾ മുള്ളംകുന്ന് റോഡിലേക്കാണ് പോകുന്നത്. അതെന്ന് വെച്ചാൽ നേരെയാണ് കുറ്റ്യാടി ടൗണിൽ നേരെ. വലത്തോട്ട് പോയാൽ പേരാമ്പ്ര റോഡാണ്, ഇടത്തോട്ട് പോയാൽ തൊട്ടിൽപ്പാലം. കുറ്റ്യാടി ജംഗ്ഷനിൽ നേരെയാണ് മുള്ളംകുന്ന് റോഡാണ് നമുക്ക് ജാനേക്കാടിലേക്ക് പോകേണ്ടത്. ഒരു ചേട്ടൻ എന്തൊക്കെയോ വാങ്ങിയിട്ട് കൊടുപ്പാവും. ഇതാണ് നമ്മുടെ മുള്ളംകുന്ന് പാലത്തിൻ്റെ മുകളിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. നിങ്ങൾ എന്തായാലും ഇവിടെ വന്നിട്ട് എന്തായാലും ഒരു ദിവസം സ്പെൻഡ് ചെയ്യുക. ജാനേക്കാടിലേക്ക് പോകുമ്പോഴുള്ള ബന്ധിപ്പിക്കുന്ന പാലമാണ് ഈ കാണുന്നത്. ജാനേക്കാടിലേക്ക് പോകുമ്പോഴുള്ള ബന്ധിപ്പിക്കുന്ന പാലമാണ് ഈ കാണുന്നത്. ഇവിടെ കാട്ടികളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. നമ്മുടെ കാട്ടിൽ ഇവിടെ ഒരു ദിവസം കാട്ടി ഇറങ്ങിയിട്ട് ആൾക്കാരൊക്കെ ബേക്കിലൊക്കെ ഓടി എന്നൊക്കെ പറയാൻ കേട്ടിട്ടുണ്ട്. രണ്ട് സൈഡ് നല്ല കാടായതുകൊണ്ട് വന്യമൃഗങ്ങൾ കൂടുതലുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ ജാനേക്കാട്. മെയിനായിട്ട് കാട്ടി, മുള്ളം പന്നി, കാട്ടുപന്നി അതൊക്കെയാണുള്ളത്.
ജാനേക്കാടുള്ള കാവൽക്കാരനാണ് നമ്മളെ കണ്ടോണ്ടിരിക്കുന്നത്. ജാനേക്കാട്ടിനുള്ളിലുള്ള രണ്ടാമത്തെ പാലമാണ്. ചെറിയ പാലമാണ്, ഒരു ജീപ്പിന് ഏകദേശം പോകാൻ പറ്റും. അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ കാണാനുള്ളത്. ഏകദേശം ഒരു 600-700 മീറ്ററോളം നീളം ഈ പാലത്തിനുണ്ടാവും. ഇപ്പോൾ ജാനേക്കാട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവർ. ആ കാഴ്ചയാണ് ദൂരെ കാണുന്നത്. അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം. നല്ല റിസോർട്ടും കാര്യങ്ങളും, ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സെറ്റപ്പും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ആ കാണുന്നതാണ് ജാനകി ഫോറസ്റ്റ്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാം. അതിൻ്റെ ഉള്ളിലേക്കുള്ള ഫീസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ആ കാട്ടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. ജാനകി ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഫീസ് വെറും 40 രൂപയാണ് ഒരാൾക്കുള്ളത്. പക്ഷേ എന്നാൽ ഇവിടുത്തെ ഒരു കുഴപ്പമുണ്ട്. ഇവിടുത്തെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൈസ ഒരിക്കലും ക്യാഷ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഗൂഗിൾ പേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും UPI പ്രകാരമാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എൻ്റെ നെറ്റ് ഇവിടെ സ്ലോ ആയതുകൊണ്ട് നമുക്ക് അവിടെ കയറാനും കൂടി പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. എന്തായാലും ഇതെന്ത് നിയമമാണെന്ന് എനിക്കറിയില്ല. എന്തായാലും കുഴപ്പമില്ല. നമുക്ക് എന്തായാലും പുറത്തുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരാൾക്ക് വെറും 40 രൂപയാണ് വരുന്നത്. ഞങ്ങൾ 2 പേര് വന്നപ്പോൾ 80 രൂപയാണ് നമ്മൾ ഗൂഗിൾ പേ ചെയ്യാൻ നോക്കിയത്. പക്ഷേ ഇവിടെ കാട്ടിനുള്ളിൽ റേഞ്ച് കിട്ടാത്തതുകൊണ്ട് നമുക്ക് പൈസ സെൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കയറാത്തത്. എന്തായാലും ഈ നിയമം എന്തായാലും കയ്യിൽ ക്യാഷുള്ള ആളെങ്ങനെയാണ് ഇതിനുള്ളിൽ കയറി കാണാതിരിക്കുക? കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഉള്ളിൽ കയറി കാണാത്ത ഒരു സിറ്റുവേഷനാണ് വരുന്നത്. എന്തായാലും ഞാൻ ഇവിടുത്തെ ബാക്കി വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ജാനകി ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഏരിയ മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ കയറിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേങ്കിൽ ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ഏരിയകൾ നമുക്ക് എൻ്റെ പിന്നിലെല്ലാം കാണുന്ന ഒരുപാട് ഏരിയകളുണ്ട്. എന്നാൽ നമുക്ക് കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ഞങ്ങൾ ഈ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യും. എന്നോട് ക്ഷമിക്കണം, അതിനുള്ളിൽ കയറാൻ പറ്റാത്തത് റേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് പൈസ സെൻഡ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, എന്താ ഞാൻ പണ്ട് വന്ന സമയത്ത് ഇവിടെ ഒരു ജാനകി കാടിൻ്റെ തുടക്കത്തിലൊരു ബോർഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അതും തപ്പി ഇറങ്ങിയതാണ്. നല്ല പേടിയാവുന്നുണ്ട്. അതിനുള്ളിൽ കൂടിയെല്ലാം പോകുമ്പോൾ നല്ല 2 സൈഡിലും പെരുമ്പാമ്പൊക്കെ എന്തായാലും ഉണ്ടാവും ഇവിടെ. എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമല്ല. അപ്പോൾ ആ ബോർഡും തപ്പി ഇറങ്ങിയത്. ആ ബോർഡ് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. അയ്യോ, ആ ബോർഡിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ചോജം ജാനകിക്കാടിലെ ബോർഡ് വല്ലാണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ബോർഡിൻ്റെ കുറച്ച് കാഴ്ചകൾ ഇവിടെ ഇറങ്ങിയിട്ടൊന്ന് കാണിച്ചു തരാം. ഇതാണ് ജാനകിക്കാടിലേക്ക് സ്വാഗതം എന്ന് പറയുന്ന ബോർഡാണിത്. പണ്ട് ചെറുപ്പത്തിൽ വന്ന സമയത്ത് ഇവിടെ ഒരു തവളേൻ്റെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് കാണുന്നില്ല. ഇപ്പോൾ ബോർഡിൻ്റെ അവസ്ഥ ഇതാണ്. ബോർഡിൻ്റെ ജിറാഫിൻ്റെ പ്രതിമയാണ് കാണുന്നത് മരത്തിലുള്ള. അതുപോലെ തന്നെ പെരുമ്പാമ്പ്, അണ്ണാൻ, അങ്ങനെയെല്ലാം ഉണ്ട്. ഇതാണ് ജാനകിക്കാടിൻ്റെ ബോർഡ് ഇപ്പോഴത്തെ അവസ്ഥ. വല്ലാണ്ട് പോയിട്ടാണുള്ളത്. ഇതാണ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കുള്ള കവാടമാണിത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് മൊത്തം കാട് തന്നെയാണ്. മൊത്തമായിട്ട് കാട് തന്നെയാണ്. നമ്മൾ വന്ന വഴിയൊക്കെ നിങ്ങൾ കണ്ടല്ലേ, അതൊക്കെ കാട് തന്നെയാണ്. ഫാമിലിയായിട്ടൊക്കെ വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഏരിയയാണ്. പക്ഷേങ്കിൽ ഇവിടുത്തെ UPI സെറ്റിംഗ് മാറ്റിയാൽ നന്നായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. എന്തായാലും ക്യാഷ് എടുത്തിട്ട് വരുന്ന ആൾക്കാർക്കല്ല ഇവിടെ എന്തായാലും റേഞ്ച് ഒന്നും കിട്ടില്ല. എന്തായാലും ക്യാഷ് എടുത്തിട്ട് 40 രൂപ കൊടുത്തിട്ട് കയറാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഒരു സഹായകമാവും ഈ UPI സെറ്റപ്പ് ഒന്ന് മാറ്റിയാൽ.
നമുക്കിത് വളരെ ഷെയിമാണ്. നമ്മളിപ്പോൾ വന്നിട്ട് ഒരു ദിവസം വന്നിട്ട് ഇവിടെ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. എന്തായാലും നമ്മൾ പുറത്തുള്ള വീഡിയോസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഓക്കെ, ഞാൻ എന്തായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട്, നമ്മൾ 2022 നമ്മൾ ഹാപ്പി സിബി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു. പക്ഷേ അന്ന് എന്താണ് പ്രശ്നം എന്നറിയില്ല, നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. എന്തായാലും ഇത് പുതിയൊരു യൂട്യൂബ് ചാനലാണ്. നിങ്ങൾ എന്തായാലും ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. ഇവിടെ ഉള്ളിൽ കയറാത്തത് UPI ഒരൊറ്റ പ്രശ്നം കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ പറയാനുള്ളത്. എന്തായാലും ഓക്കെ, ബൈ.